ഓം ശാന്തി 28/8/2025 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, ഇപ്പോൾ നിങ്ങളുടെ വാദം കേൾക്കുകയാണ്. അവസാനം ആ ദിവസം വന്നു. ഇപ്പോൾ ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ നിങ്ങൾ ഉത്തമനിൽ ഉത്തമനായ പുരുഷനായി മാറുകയാണ്. ചോദ്യം: വിജയവും പരാജയവും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു ഭ്രഷ്ടകർമ്മമാണ് മനുഷ്യരെ ദുഃഖിയാക്കുന്നത്? ഉത്തരം: ചീട്ടുകളി. വളരെയധികം പേരിൽ ചീട്ടുകളിക്കുന്ന ശീലമുണ്ട്. ഇത് ഭ്രഷ്ടകർമ്മമാണ്. എന്തുകൊണ്ടെന്നാൽ പരാജയപ്പെടുന്നതിലൂടെ ദുഃഖവും വിജയിക്കുന്നതിലൂടെ സന്തോഷവും ഉണ്ടാകുന്നു. നിങ്ങൾ കുട്ടികൾക്കുള്ള ബാബയുടെ ആജ്ഞ ഇതാണ്: കുട്ടികളെ, ദൈവിക കർമ്മങ്ങൾ ചെയ്യൂ. സമയം വ്യർത്ഥമാക്കുന്ന ഒരു കർമ്മവും ചെയ്യരുത്. സദാ പരിധിയില്ലാത്ത വിജയം നേടുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യൂ. ഗീതം. അവസാനം ആ ദിനം വന്നു. ഓം ശാന്തി. ഡബിൾ ഓം ശാന്തി. നിങ്ങൾ കുട്ടികളും ഓം ശാന്തി എന്ന് പറയണം. പിന്നെ ഇവിടെ ഡബിൾ ഓം ശാന്തിയാണ്. നമ്മൾ ബാബ എന്ന് വിളിക്കുന്ന സുപ്രീം സോളും ഓം ശാന്തി പറയുന്നു. കുട്ടികളും പറയുന്നു. നിങ്ങൾ കുട്ടികളും പറയുന്നു, ഞാൻ ആത്മാവ് ശാന്തസ്വരൂപമാണ്. ശാന്തി ദേശത്തിലാണ് വസിക്കുന്നത്. ഇവിടെ ഈ സ്ഥൂല ദേശത്തിൽ പാർട്ട് അഭിനയിക്കാനായി വന്നതാണ്. ഈ കാര്യങ്ങൾ ആത്മാക്കൾ മറന്നുപോയി. അവസാനം ആ ദിവസം തീർച്ചയായും വന്നു. ഇന്ന് വാദം കേൾക്കുകയാണ്. എന്താണ് വാദം? പറയുന്നു, ബാബ ദുഃഖം ഇല്ലാതാക്കി സുഖം നൽകൂ. ഓരോ മനുഷ്യനും സുഖശാന്തിയാണ് ആഗ്രഹിക്കുന്നത്. ബാബയും പാവങ്ങളുടെ തോഴനാണ്. ഈ സമയത്ത് ഭാരതം തീർത്തും ദരിദ്രമാണ്. കുട്ടികൾക്കറിയാം, നമ്മൾ വളരെ വലിയ ധനികരായിരുന്നു. ഇതും നിങ്ങൾ ബ്രാഹ്മണ കുട്ടികൾക്കേ അറിയൂ. ബാക്കി എല്ലാവരും കാട്ടിലാണ്. നിങ്ങൾ കുട്ടികൾക്കും നിശ്ചയം നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ചാണ് ഉള്ളത്. നിങ്ങൾക്കറിയാം, ബാബ ശ്രീ ശ്രീയാണ്. ബാബയുടെ മതവും ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമാണ്. ഭഗവാന്റെ വാക്കുകളല്ലേ. മനുഷ്യർ രാമ രാമ എന്ന് പറഞ്ഞ് ബാൻഡ് അടിക്കുന്നു. ഇപ്പോൾ രാമൻ ത്രേതയിലെ രാജാവായിരുന്നു. അവരുടെ മഹിമ കൂടുതലാണ്. 14 കലയായിരുന്നു. 2 കല കുറവാണ്. അവരെക്കുറിച്ച് പാടുന്നു, രാമരാജാവ്, രാമപ്രജ. നിങ്ങൾ ധനികരാവുകയല്ലേ? രാമനേക്കാൾ വലിയ ധനികരായിരിക്കും ലക്ഷ്മി നാരായണന്മാർ. രാമരാജ, രാമപ്രജ. രാജാവിനെ ദാതാവ് എന്നല്ലേ പറയുക? അന്നദാതാവ് എന്ന് പറയുന്നു. ബാബയും ദാതാവാണ്. ബാബ എല്ലാം നൽകുന്നു. കുട്ടികളെ വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു. എന്തെങ്കിലും പ്രാപ്തമാക്കാനായി പാപം ചെയ്യേണ്ടതായി വരാൻ അവിടെ അപ്രാപ്തമായ ഒരു വസ്തുവും ഉണ്ടായിരിക്കില്ല. അവിടെ പാപത്തിന്റെ പേരുപോലും ഉണ്ടായിരിക്കില്ല. പകുതി കൽപ്പം ദൈവിക രാജ്യമാണ്. പിന്നീട് പകുതി കൽപ്പം ആസുരീയ രാജ്യമായിരിക്കും. അസുരൻ അർത്ഥം ദേഹാഭിമാനമുള്ളവർ. 5 വികാരങ്ങൾ ഉണ്ടവരിൽ. ഇപ്പോൾ നിങ്ങൾ തോണിക്കാരന്റെ അല്ലെങ്കിൽ തോട്ടക്കാരന്റെ അടുത്തെത്തിയിരിക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ നേരിട്ട് അവരുടെ അടുത്ത് ഇരിക്കുകയാണ്. നിങ്ങൾ കുട്ടികളും ഇരിക്കെ തന്നെ മറന്നുപോകുന്നു. ഭഗവാൻ എന്ത് ആജ്ഞാപിക്കുന്നുവോ അത് അനുസരിക്കണമല്ലോ. ആദ്യം ബാബ ശ്രീമതം നൽകുന്നു, ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമാക്കി മാറ്റുന്നതിനായി. എങ്കിൽ മതമനുസരിച്ച് നടക്കണമല്ലോ. ആദ്യം മതം നൽകുന്നു, ദേഹി അഭിമാനിയായി മാറൂ. ബാബ നമ്മൾ ആത്മാക്കളെ പഠിപ്പിക്കുകയാണ്. ഇത് പക്കയിലും പക്കയായി ഓർമ്മിക്കണം. ഈ വാക്കുകൾ ഓർമ്മിച്ചാൽ തോണി അക്കരെ എത്തും. കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്, നിങ്ങൾ തന്നെയാണ് 84 ജന്മങ്ങൾ എടുക്കുന്നത്.
നിങ്ങൾ തന്നെയാണ് തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി മാറുന്നത്. ഈ ലോകം പതിതവും ദുഃഖിയുമാണ്. സ്വർഗത്തെയാണ് സുഖധാമം എന്ന് പറയുന്നത്. കുട്ടികൾക്കറിയാം, ഭഗവാൻ ശിവബാബയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നാം അവരുടെ വിദ്യാർത്ഥികളാണ്. ബാബ അച്ഛനുമാണ്, ടീച്ചറുമാണ്. അതിനാൽ നല്ല രീതിയിൽ പഠിക്കണം. ദൈവിക കർമ്മങ്ങൾ ചെയ്യണം. ഒരു ഭ്രഷ്ടകർമ്മവും ചെയ്യരുത്. ചീട്ടുകളിയും ഭ്രഷ്ടകർമ്മത്തിലാണ് വരിക. ഇതും ദുഃഖം നൽകുന്നു. തോറ്റാൽ ദുഃഖമുണ്ടാകും, ജയിച്ചാൽ സന്തോഷിക്കും. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ മായയിൽ നിന്നും പരിധിയില്ലാത്ത തോൽവി ഏറ്റുവാങ്ങി. ഇതും പരിധിയില്ലാത്ത തോൽവിയുടെയും വിജയത്തിന്റെയും കളിയാണ്. 5 വികാരങ്ങളാകുന്ന രാവണനോട് തോറ്റാൽ അത് തോൽവി തന്നെയാണ്. അതിന്മേൽ വിജയം നേടണം. മായയോട് തോറ്റാൽ എല്ലായിടത്തും തോറ്റു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ വിജയിക്കണം. ഇപ്പോൾ നിങ്ങൾ ചീട്ടുകളി മുതലായ എല്ലാം ഉപേക്ഷിക്കണം. ഇപ്പോൾ പരിധിയില്ലാത്ത വിജയം നേടുന്നതിൽ പൂർണ്ണ ശ്രദ്ധ നൽകണം. സമയം വ്യർത്ഥമാകുന്ന തരത്തിലുള്ള ഒരു കർമ്മവും ചെയ്യരുത്. പരിധിയില്ലാത്ത വിജയം നേടുന്നതിനായി പുരുഷാർത്ഥം ചെയ്യണം. ചെയ്യിക്കുന്ന ബാബ സമർത്ഥനാണ്. ബാബ സർവശക്തിവാനാണ്. ഇതും മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതായത് ബാബ മാത്രമല്ല സർവശക്തിവാൻ, രാവണനും സർവശക്തിവാനാണ്. പകുതി കൽപ്പം രാവണ രാജ്യവും പകുതി കൽപ്പം രാമരാജ്യവുമാണ് നടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ രാവണനു മേൽ വിജയം നേടുകയാണ്. ഇപ്പോൾ പരിധിയുള്ള കാര്യങ്ങൾ വിട്ട് പരിധിയില്ലാത്തതിൽ മുഴുകണം. തോണിക്കാരൻ വന്നിരിക്കുന്നു. അവസാനം ആ ദിവസം വന്നുവല്ലോ. വിളിച്ചു വിളിച്ച് അവസാനം വാദം കേൾക്കുകയാണ് ഉയർന്നതിലും ഉയർന്ന ബാബ. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ പകുതി കൽപ്പം വളരെയധികം ക്ഷീണിച്ചു, പതീതമായി മാറി. പാവനമായത് ഭാരതം ശിവാലയമായിരുന്നു. നിങ്ങൾ ശിവാലയത്തിലായിരുന്നു വസിച്ചത്. ഇപ്പോൾ നിങ്ങൾ വേശ്യാലയത്തിലാണ്. ശിവാലയത്തിൽ വസിക്കുന്ന നിങ്ങളെയാണ് പൂജിക്കുന്നത്. ഇവിടെ ഈ അനേകം ധർമ്മങ്ങളുടെ എത്ര സംഘർഷമാണ് ഉള്ളത്. ബാബ പറയുന്നു, ഞാൻ ഇതിനെയെല്ലാം അവസാനിപ്പിക്കുന്നു. എല്ലാത്തിന്റെയും വിനാശം ഉണ്ടാകണം. ബാക്കി ധർമ്മസ്ഥാപകരൊന്നും വിനാശം ചെയ്യുന്നില്ല. ജ്ഞാനത്തിലൂടെയാണ് സദ്ഗതി ഉണ്ടാകുന്നത്. സർവരുടെയും സദ്ഗതി ദാതാവ് ജ്ഞാനസാഗരനായ ബാബയാണ്. ഈ വാക്കുകൾ നല്ല രീതിയിൽ കുറിച്ചുവെക്കൂ. വളരെയധികം പേര് ഇങ്ങനെയാണ് അവർ ഇവിടെ കേട്ട് പുറത്തു പോകുമ്പോൾ ഇവിടെ നിന്ന് കേട്ടത് ഇവിടെ തന്നെ ഇരിക്കും. ഏതുപോലെയാണോ ഗർഭജയിലിൽ പറയുന്നു, ഞാൻ പാപം ചെയ്യില്ല എന്ന്. പുറത്തു വന്നാൽ അവിടെ പറഞ്ഞത് അവിടെ തന്നെ ഇരുന്നു. കുറച്ചു വലുതായാൽ പാപം ചെയ്യാൻ തുടങ്ങും. കാമകഠാരി ഉപയോഗിക്കുന്നു. സത്യുഗത്തിൽ ഗർഭകൊട്ടാരമാണ് ഉള്ളത്. അതിനാൽ ബാബ ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്. അവസാനം ആ ദിനം ഇന്ന് വന്നു. ഏത് ദിനം? പുരുഷോത്തമ സംഗമ യുഗത്തിന്റെ. ഇതാർക്കും അറിയില്ല. നമ്മൾ പുരുഷോത്തമരാവുകയാണ് എന്ന അനുഭവം കുട്ടികൾ ചെയ്യുന്നു. ഉത്തമനിലും ഉത്തമനായ പുരുഷൻ നമ്മളായിരുന്നു. ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമായ ധർമ്മമായിരുന്നു. കർമ്മവും ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമായിരുന്നു. രാവണ രാജ്യമേ ഉണ്ടാകില്ല. ബാബ പഠിപ്പിക്കാനായി വരുന്ന ആ ദിവസം അവസാനം ഇന്ന് വന്നു. ബാബ തന്നെയാണ് പതിത പാവനൻ. എങ്കിൽ ഇങ്ങനെയുള്ള അച്ഛന്റെ ശ്രീമതം അനുസരിച്ച് നടക്കണ്ടേ? ഇപ്പോൾ കലിയുഗ അന്ത്യമാണ്. പാവനമായി മാറാൻ അല്പം സമയവും വേണമല്ലോ. 60 വയസ്സിന് ശേഷം വാനപ്രസ്ഥം സ്വീകരിക്കുന്നു. 60 ഊന്നുവടി പിടിച്ചു. ഇപ്പോൾ നോക്കൂ, 80 വയസ്സായിട്ട് പോലും വികാരങ്ങൾ ഉപേക്ഷിക്കുന്നില്ല. ബാബ പറയുന്നു, ഞാൻ ഇവരുടെ വാനപ്രസ്ഥ അവസ്ഥയിൽ
ഇവരിൽ പ്രവേശിച്ച് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ആത്മാവ് തന്നെയാണ് പവിത്രമായി മുകളിലേക്ക് പോകുന്നത്. ആത്മാവ് തന്നെയാണ് പറക്കുന്നത്. ഇപ്പോൾ ആത്മാവിന്റെ ചിറകുകൾ മുറിഞ്ഞിരിക്കുകയാണ്. പറക്കാൻ കഴിയില്ല. രാവണൻ ചിറക് മുറിച്ചിരിക്കുന്നു. പതീതമായി മാറി. ഒരാൾക്ക് പോലും തിരിച്ചു പോകാൻ കഴിയില്ല. ആദ്യം പരമപിതാവ് പോകണം. ശിവന്റെ വിവാഹ ഘോഷയാത്ര എന്ന് പറയാറില്ലേ? ശങ്കരന്റെ വിവാഹ ഘോഷയാത്ര ഇല്ല. അച്ഛന്റെ പിന്നാലെ നമ്മൾ മക്കളെല്ലാവരും പോകും. ബാബ വന്നിരിക്കുകയാണ് കൂടെ കൊണ്ടുപോകാൻ. ശരീരത്തോടെ കൊണ്ടുപോകില്ലല്ലോ. ആത്മാക്കൾ എല്ലാവരും പതീതമാണ്. ഏതുവരെ പവിത്രമാകുന്നില്ലയോ അതുവരെ തിരിച്ചു പോകാൻ സാധിക്കില്ല. പവിത്രത ഉണ്ടായിരുന്നപ്പോൾ ശാന്തിയും സമൃദ്ധിയും ഉണ്ടായിരുന്നു. നിങ്ങൾ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിലുള്ളവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ബാക്കി എല്ലാ ധർമ്മത്തിലുള്ളവരുമുണ്ട്. ദൈവിക ധർമ്മം മാത്രമില്ല. ഇതിനെ കൽപ്പവൃക്ഷം എന്നാണ് പറയുന്നത്. ആൽമരവുമായി ഇതിനെ സാമ്യപ്പെടുത്താവുന്നതാണ്. തായ്തടി ഇല്ല. ബാക്കി മുഴുവൻ വൃക്ഷവും നിൽക്കുന്നുണ്ട്. അതുപോലെ ഇവിടെയും ഫൗണ്ടേഷനായി ദേവീ ദേവതാ ധർമ്മം മാത്രമില്ല. ബാക്കി മുഴുവൻ വൃക്ഷവും നിൽക്കുന്നുണ്ട്. തീർച്ചയായും ഉണ്ടായിരുന്നു. എന്നാൽ പ്രായലോപമായി പോയി. ഇനി വീണ്ടും ആവർത്തിക്കും. ബാബ പറയുകയാണ്, ഞാൻ വീണ്ടും വരികയാണ് ഒരു ധർമ്മം സ്ഥാപിക്കാൻ. ബാക്കി മുഴുവൻ ധർമ്മങ്ങളുടെയും വിനാശം സംഭവിക്കും. ഇല്ലെങ്കിൽ സൃഷ്ടിചക്രം എങ്ങനെ കറങ്ങും? വിശ്വത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ആവർത്തിക്കും എന്ന് പറയാറുണ്ട്. ഇപ്പോൾ പഴയ ലോകമാണ്. ഇനി പുതിയ ലോകം ആവർത്തിക്കണം. ഈ പഴയ ലോകം മാറി പുതിയ ലോകം സ്ഥാപിതമാകും. ഇതേ ഭാരതം പുതിയതിൽ നിന്നും പഴയതാകുന്നു. പറയുന്നു, യമുനയുടെ തീരത്ത് പരിസ്ഥാനമുണ്ടായിരുന്നു. ബാബ പറയുന്നു, നിങ്ങൾ കാമചിതയിലിരുന്ന് ശ്മശാനത്തിലായിരിക്കുന്നു. പിന്നീട് നിങ്ങളെ പരിസ്ഥാനിലുള്ളവരാക്കി മാറ്റുന്നു. ശ്രീകൃഷ്ണനെ ശ്യാമസുന്ദരൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ആരുടെ ബുദ്ധിയിലും ഉണ്ടാകില്ല. പേര് നല്ലതല്ലേ? രാധയും കൃഷ്ണനും ഇവരാണ് പുതിയ ലോകത്തിലെ രാജകുമാരനും രാജകുമാരിയും. ബാബ പറയുന്നു, കാമചിതയിൽ ഇരിക്കുന്നതിനാൽ ഇരുമ്പു യുഗത്തിലാണ്. സാഗരന്റെ കുട്ടികൾ കാമചിതയിൽ വെന്തെരിഞ്ഞു എന്ന് പാടിയിട്ടുണ്ട്. ഇപ്പോൾ ബാബ എല്ലാവരിലും ജ്ഞാനത്തിന്റെ മഴ പെയ്യിക്കുകയാണ്. പിന്നീട് എല്ലാവരും ഗോൾഡൻ ഏജിലേക്ക് പോകും. ഇപ്പോൾ സംഗമയുഗമാണ്. നിങ്ങൾക്ക് അവിനാശി ജ്ഞാനരത്നങ്ങൾ ദാനമായി ലഭിക്കുന്നു. ഇതിലൂടെ നിങ്ങൾ ധനികരായി മാറുന്നു. ഈ ഓരോ രത്നങ്ങളും ലക്ഷക്കണക്കിന് രൂപ വിലയുള്ളതാണ്. അവർ പിന്നെ കരുതുന്നു ശാസ്ത്രങ്ങളുടെ വെർഷൻസ് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ളതാണ് എന്ന്. നിങ്ങൾ കുട്ടികൾ ഈ പഠിപ്പിലൂടെ കോടിപതികളാകുന്നു. സമ്പാദിക്കാനുള്ള ഉപാധിയല്ലേ? ഈ ജ്ഞാനരത്നങ്ങളെ നിങ്ങൾ ധാരണ ചെയ്യുന്നു. സഞ്ചി നിറയ്ക്കുന്നു. അവർ പിന്നീട് ശങ്കരനോട് പറയുന്നു, അല്ലയോ ഭംഭം മഹാദേവ, സഞ്ചി നിറയ്ക്കൂ. ശങ്കരനോടാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നത്. ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും പാർട്ട് ഇവിടെയാണ്. ഇതും നിങ്ങൾക്കറിയാം. 84 ജന്മങ്ങൾ എന്ന് വിഷ്ണുവിനെയും പറയും, ലക്ഷ്മി നാരായണനെയും പറയും. നിങ്ങൾ ബ്രഹ്മാവിനും പറയും. ബാബ ഇരുന്ന് മനസ്സിലാക്കി തരികയാണ് സത്യം എന്താണ്, തെറ്റ് എന്താണ്, ബ്രഹ്മ വിഷ്ണുവിന്റെ പാർട്ട് എന്താണ്. നിങ്ങൾ തന്നെയാണ് ദേവതകളായിരുന്നത്. ചക്രം കറങ്ങി ബ്രാഹ്മണനായി ഇനി വീണ്ടും ദേവത ആവുകയാണ്. പാർട്ട് മുഴുവൻ ഇവിടെയാണ് അഭിനയിക്കുന്നത്. വൈകുണ്ഠത്തിലെ കളികളും സന്തോഷവും കാണുന്നു. ഇവിടെ വൈകുണ്ഠമില്ല. മീര നൃത്തം ചെയ്തിരുന്നു. അതിനെയെല്ലാം സാക്ഷാത്കാരം എന്നാണ് പറയുക.
അവർക്കെത്ര അംഗീകാരമാണ്. സാക്ഷാത്കാരം ലഭിച്ചു കൃഷ്ണനുമായി നൃത്തം ചെയ്യുന്നത്. ഗതിയും സദ്ഗതിയും സംഗമത്തിലാണ് ലഭിക്കുന്നത്. ഈ പുരുഷോത്തമ സംഗമയുഗത്തെ നിങ്ങളാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ബാബയിലൂടെ ഇപ്പോൾ മനുഷ്യനിൽ നിന്നും ദേവതയായി മാറുകയാണ്. വിരാട രൂപത്തിന്റെയും ജ്ഞാനം ആവശ്യമാണല്ലോ. ചിത്രം വെക്കുന്നു, ഒന്നും മനസ്സിലാകുന്നില്ല. അകാസുരൻ, ബകാസുരൻ ഇതെല്ലാം സംഗമത്തിലെ പേരുകളാണ്. ഭസ്മാസുരൻ എന്നും പേരുണ്ട്. കാമചിതയിലിരുന്ന് ഭസ്മമായി. ഇപ്പോൾ ബാബ പറയുന്നു, ഞാൻ എല്ലാവരെയും വീണ്ടും ജ്ഞാനചിതയിലിരുത്തി കൂടെ കൊണ്ടുപോകുന്നു. ആത്മാക്കളെല്ലാവരും സഹോദരങ്ങളാണ്. ഹിന്ദുക്കളും ചൈനീസും സഹോദരങ്ങളാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും സഹോദരങ്ങളാണ് എന്ന് പറയാറുണ്ട്. ഇപ്പോൾ സഹോദരങ്ങൾ പോലും പരസ്പരം കലഹിക്കുന്നു. കർമ്മം ആത്മാവാണല്ലോ ചെയ്യുന്നത്. ശരീരത്തിലൂടെ ആത്മാവ് യുദ്ധം ചെയ്യുന്നു. പാപവും ആത്മാവിലാണ് ഏൽക്കുന്നത്. അതിനാലാണ് പാപാത്മാവ് എന്ന് പറയുന്നത്. ബാബ എത്ര സ്നേഹത്തോടെ ഇരുന്ന് മനസ്സിലാക്കി തരുന്നു. ശിവബാബയ്ക്കും ബ്രഹ്മബാബയ്ക്കും കുട്ടികളെ കുട്ടികളെ എന്ന് വിളിക്കാൻ അധികാരമുണ്ട്. ബാബ ദാദയിലൂടെ കുട്ടികളെ എന്ന് വിളിക്കുന്നു. മനസ്സിലാക്കുന്നുണ്ടല്ലോ, നമ്മൾ ആത്മാക്കൾ ഇവിടെ വന്ന് പാർട്ട് അഭിനയിക്കുകയാണ്. പിന്നീട് അവസാനം ബാബ വന്ന് എല്ലാവരെയും പവിത്രമാക്കി മാറ്റി കൂടെ കൊണ്ടുപോകും. ബാബ തന്നെയാണ് വന്ന് ജ്ഞാനം നൽകുന്നത്. വരുന്നതും ഇവിടേക്കാണ്. ശിവജയന്തിയും ആഘോഷിക്കുന്നു. ശിവജയന്തിക്ക് ശേഷം കൃഷ്ണ ജയന്തി ഉണ്ടാവുന്നു. ശ്രീകൃഷ്ണൻ തന്നെയാണ് പിന്നീട് ശ്രീനാരായണനായി മാറുന്നത്. ചക്രം കറങ്ങി പിന്നീട് പതിതവും കറുത്തവരുമാകുന്നു. ബാബ വന്ന് വീണ്ടും വെളുത്തതാക്കുന്നു. നിങ്ങൾ ബ്രാഹ്മണർ തന്നെ ദേവതയായി മാറും. പിന്നീട് ഏണിപ്പടി ഇറങ്ങും. ഈ 84 ജന്മങ്ങളുടെ കണക്ക് ബാക്കി ആരുടെയും ബുദ്ധിയിൽ ഉണ്ടാവുകയില്ല. ബാബ തന്നെയാണ് കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഗീതവും കേട്ടു. അവസാനം ഭക്തരുടെ വിളി കേട്ടു. വിളിക്കുന്നുണ്ട്, അല്ലയോ ഭഗവാനെ, വന്ന് ഞങ്ങൾക്ക് ഭക്തിയുടെ ഫലം നൽകൂ. ഫലം ഭഗവാനാണ് നൽകുന്നത്. ഭക്തരെ ദേവതയാക്കി മാറ്റുന്നു. നിങ്ങൾ വളരെയധികം ഭക്തി ചെയ്തു. ആദ്യമാദ്യം നിങ്ങൾ തന്നെയാണ് ശിവബാബയുടെ ഭക്തി ചെയ്തത്. ആരാണോ നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അവർ ഈ കുലത്തിലേതാണ് എന്ന അനുഭവം നിങ്ങൾക്കുണ്ടാകും. ആരുടെയെങ്കിലും ബുദ്ധിയിൽ നിൽക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കണം, വളരെയധികം ഭക്തി ചെയ്തിട്ടില്ല, പിന്നാലെയാണ് വന്നത്. ഇവിടെയും ആദ്യം വരില്ല. ഇത് കണക്കാണ്. ആരാണോ വളരെയധികം ഭക്തി ചെയ്തത് അവർക്ക് കൂടുതൽ ഫലം ലഭിക്കും. കുറച്ചു ഭക്തിക്ക് കുറച്ചു ഫലം. അവർക്ക് സ്വർഗത്തിന്റെ സുഖം അനുഭവിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ആരംഭത്തിൽ ശിവന്റെ ഭക്തി കുറച്ചേ ചെയ്തിട്ടുള്ളൂ. നിങ്ങളുടെ ബുദ്ധി ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. ബാബ ഒരുപാട് ഭിന്ന ഭിന്ന യുക്തികൾ മനസ്സിലാക്കി തരുന്നുണ്ട്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഓരോ ജ്ഞാനരത്നങ്ങളും കോടികളുടെ വിലയുള്ളതാണ്. അതിനാൽ തന്റെ സഞ്ചി നിറച്ച് ബുദ്ധിയിൽ ധാരണ ചെയ്ത് പിന്നീട് ദാനം നൽകണം. 2. ശ്രീയുടെ ശ്രേഷ്ഠ മതത്തിലൂടെ പരിപൂർണമായും നടക്കണം. ആത്മാവിനെ സത്തോപ്രധാനമാക്കുന്നതിനായി ദേഹി അഭിമാനിയായി മാറുന്നതിനുള്ള പുരുഷാർത്ഥം പൂർണമായും ചെയ്യണം. വരദാനം: സർവരെ പ്രതിയും ശുഭഭാവവും ശ്രേഷ്ഠ ഭാവനയും ധാരണ ചെയ്യുന്ന ഹംസബുദ്ധിയായ ഹോളി ഹംസമായി ഭവിക്കട്ടെ.
ഹംസബുദ്ധിയുടെ അർത്ഥമാണ് സദാ ഓരോ ആത്മാവിനെ പ്രതിയും ശ്രേഷ്ഠവും ശുഭവും ചിന്തിക്കുന്നവർ. ആദ്യം ഓരോ ആത്മാവിന്റെയും ഭാവം മനസ്സിലാക്കിയിട്ട് ധാരണ ചെയ്യുന്നവർ. ഒരിക്കലും ബുദ്ധിയിൽ ഒരാത്മാവിനെ പ്രതിയും അശുഭവും സാധാരണവുമായ ഭാവം ധാരണ ചെയ്യരുത്. സദാ ശുഭഭാവവും ശുഭഭാവനയും വെക്കുന്നവർ ഹോളി ഹംസമാണ്. അവർ ഏതെങ്കിലും ആത്മാവിന്റെ അമംഗളത്തിന്റെ കാര്യങ്ങൾ കേൾക്കുകയോ കാണുകയോ ചെയ്താലും അമംഗളത്തിനെയും മംഗളത്തിന്റെ വൃത്തിയിലേക്ക് പരിവർത്തനം ചെയ്യും. അവരുടെ ദൃഷ്ടി ഓരോ ആത്മാവിനെ പ്രതിയും ശ്രേഷ്ഠവും ശുദ്ധ സ്നേഹത്തിന്റേതും ആയിരിക്കും. സ്ലോഗൻ: അതുപോലെ പ്രേമത്താൽ നിറഞ്ഞ ഗംഗയാകൂ, താങ്കളിലൂടെ സ്നേഹസാഗരനായ ബാബ കാണപ്പെടണം. അവ്യക്ത സൂചന: സഹജ യോഗി ആകണമെങ്കിൽ പരമാത്മ സ്നേഹത്തിന്റെ അനുഭവിയാകൂ. പല ഭക്താത്മാക്കളും പ്രഭു പ്രേമത്തിൽ ലയിക്കാൻ ആഗ്രഹിക്കുന്നു. ചിലർ ജ്യോതിയിൽ ലീനമാകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ആത്മാക്കൾക്ക് സെക്കൻഡിൽ ബാബയുടെ പരിചയവും ബാബയുടെ മഹിമയും പ്രാപ്തികളും കേൾപ്പിച്ച് സംബന്ധത്തിന്റെ ലവ്ലീന അവസ്ഥയുടെ അനുഭവം ചെയ്യിപ്പിക്കൂ. ലവ്ലീനമാകുമ്പോൾ സഹജമായി ലീനമാകുന്നതിന്റെ രഹസ്യം മനസ്സിലാക്കും. ഓം ശാന്തി.